രണ്ട് മണ്ഡലത്തിലേക്ക് ഞങ്ങൾ മത്സരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരുന്നത് നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളും 2020 മത്സരിക്കും. ഞങ്ങളൊരു 50 മുതൽ 70% വരെ പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതിന് സംശയമില്ല. കാരണം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് വെറും വാഗ്ദാനങ്ങളല്ല, പൊള്ളയായ വാഗ്ദാനങ്ങളല്ല. ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി തെളിയിച്ച കാര്യങ്ങളാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭക്ഷ്യസുരക്ഷ. 50% വരെ ഭക്ഷ്യസാധനങ്ങൾക്ക് വില കുറച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒരു കാര്യം. രണ്ട്, ഇപ്പൊ നാളെ ഞങ്ങളുടെ ഒരു മെഡിക്കൽ സ്റ്റോർ പുതിയ അടുത്ത മേഖലയായിട്ട് ഇറങ്ങുകയാണത്. അതായത് മരുന്നുകൾ കിട്ടാതെ എത്രയോ ആളുകൾ മരണപ്പെടുന്നു. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മരുന്നുകൾക്ക് 80% മുതൽ 50% വരെ വില കുറച്ചാണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഇതും കേരളത്തില് ഈ പറയുന്ന 3.5 കോടി ജനങ്ങൾക്ക് ഇതിൽ പ്രയോജനം കിട്ടണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതായത് അങ്ങോളം ഇങ്ങോളം എല്ലാ പഞ്ചായത്തുകളിലും ഈ മരുന്നുകളുടെ വില കുറച്ച് 80% വരെ വില കുറച്ച് നമുക്ക് ജനങ്ങളെ ഈ പറയുന്ന അസുഖങ്ങളിൽ നിന്നും അതുപോലെ മരുന്ന് കിട്ടാതെ മരണപ്പെടലിൽ നിന്നും രക്ഷപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കും. ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരവസരം 67 വർഷം മാറി മാറി അവസരങ്ങൾ കൊടുത്തല്ലോ LDFനും UDFനും. ഈ 2020ക്ക് ഒരവസരം 5 വർഷം തരട്ടെ. തന്നിട്ട് അവർ പരീക്ഷിച്ച് നോക്കട്ടെ ഞങ്ങള് എന്ത് ചെയ്യുന്നു, ഒരു MP എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചവിട്ടി പുറത്താക്കിക്കോട്ടെ. ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി നിലകൊള്ളുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് 2020. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് 5 വർഷം ഭരണം തന്നാൽ ഒരിക്കലും ഞങ്ങളെ ഭരണത്തിൽ നിന്ന് പിന്നെ ജനങ്ങൾ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഈ മാധ്യമങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും അവരുടെ ഇപ്പൊ ഈ മാധ്യമം എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ സാബു ജേക്കബ് മത്സരിക്കുന്നു, അല്ലെങ്കിൽ സാബു ജേക്കബ് BJPയുമായിട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് നടക്കുന്നത്. ഒന്ന്, നമ്മളെ ഒരു സംഖ്യയാക്കുക, ഏതെങ്കിലും മതവിഭാഗങ്ങളെ അതുകൊണ്ട് നമ്മളിൽ നിന്ന് അകറ്റുക. അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഗൂഢാലോചനയായിരുന്നു. അത് ഞാൻ ഒരിക്കലും എനിക്ക് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നേ മത്സരിക്കാമായിരുന്നു. 2015 മുതൽ തന്നെ എനിക്ക് 2020യുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി, അതായത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, NDA ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ സീറ്റ് തരാൻ തയ്യാറായിരുന്നു. ഇനി ഇതുമല്ലെങ്കിൽ രാജ്യസഭാ അംഗത്വം തരാൻ തയ്യാറായിരുന്നു. മന്ത്രിയാവണമെങ്കിൽ മന്ത്രിയാകാമായിരുന്നു. പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ 2020 എന്നൊരു പ്രസ്ഥാനമുണ്ടായിരിക്കുന്നത് ഒരിക്കലും അധികാരം മോഹിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ടല്ല, പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ മന്ത്രിയാകണം, മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല. ഞങ്ങളിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് ഈ കേരളത്തെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് ജനങ്ങളുടെ രക്തമൂറ്റി കുടിച്ച് ഈ കേരളം ഇല്ലാതെയാക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇറങ്ങി കേരളത്തിനൊരു മോക്ഷം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ മലയാളി എന്ന് പറയുന്നൊരു വർഗം കേരളത്തിലുണ്ടാവില്ല. അതുപോലെ അപകടകരമായിട്ടാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അവസാന ശ്രമമാണ്. ഈ ശ്രമം വിജയിച്ചില്ല, 2020 അധികാരത്തിലേക്ക് വന്നില്ല എന്ന് വിചാരിക്കുക. ഈ പറയുന്ന LDFും UDFും കൂടി കേരളത്തെ നമുക്ക് നശിപ്പിച്ച്, കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനം മലയാളികളും പോയിട്ട് ബീഹാറിയും ബംഗാളിയും ജാർഖണ്ഡുകാരനുമൊക്കെ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു വാസസ്ഥലമായിട്ട് ഇത് മാറും. ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ നാടുവിടും, അവരുടെ മാതാപിതാക്കളും നാടുവിടും. ഇവിടെ മലയാളി എന്ന് പറയുന്ന ഒരു വംശം തന്നെ ഉണ്ടാവില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള ഒരു അവസാന ശ്രമമാണ്. ജനങ്ങളത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് 2020യോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേരളത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഗതികേട് കൊണ്ട് നാടുവിട്ട ചെറുപ്പക്കാരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ നമുക്ക് ശാന്തിയും സമാധാനവും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ നാടിന്റെ നാശം ആണ് നമ്മൾ കാണാൻ പോകുന്നത്.